നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നാട്ടിലേക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ടവർക്കായി വാങ്ങുന്ന സാധനങ്ങൾക്കൊപ്പം തന്നെ സമ്പാദ്യത്തിൽ നിന്ന് പ്രവാസികൾ സ്വരുക്കൂട്ടി വെച്ച പണം കൊണ്ട് സ്വർണ്ണക്കട്ടികളോ നാണയങ്ങളോ ഒക്കെ വാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ഒരു സമ്പാദ്യമായാണ് സാധാരണക്കാരായ ഒട്ടുമിക്ക പ്രവാസികളും ഇത് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഇന്ത്യയിലേക്കാണ് അധികവും ഇത്തരത്തിൽ വരുന്നത്. എന്നാൽ ചിലർ നിയമപരമായി അല്ലാതെ സ്വർണം കൊണ്ടുപോകാറുമുണ്ട്. പലപ്പോഴും എയർപോർട്ടുകളിൽ രേഖകളില്ലാതെ സ്വർണവുമായി വരുന്നവരിൽ ഭൂരിഭാഗവും പ്രവാസികളായിരിക്കും. എന്നാൽ ഇനി മുതൽ അധികം സ്വർണം നാട്ടിലേക്ക് കൊണ്ടുപോകാത്തതാണ് നല്ലത്. അതായത് കുവൈത്തിൽ നിന്ന് സ്വർണ്ണക്കട്ടികളും നാണയങ്ങളും അധിക ആഭരണങ്ങളുമായി രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നവർക്കാണ് പുതിയ നിർദ്ദേശം എത്തിയിരിക്കുന്നത്. ഇത് കൊണ്ടുപോകുന്നതിനുള്ള രേഖകൾ കൂടി ഇനി അവർ ശരിയാക്കണമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ സ്ത്രീകൾ അവരുടെ വ്യക്തിഗത ഉപയോഗത്തിനായി ധരിക്കുന്ന ആഭരണങ്ങൾക്ക് ഇവ ബാധകമാകില്ല. ഇതിനു പുറമെ നിശ്ചിത അളവിൽ കൂടുതൽ സ്വർണം വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനാണ് രേഖകൾ ആവശ്യമുള്ളത്. സ്വദേശികൾക്കും പ്രവാസികൾക്കും ഈ നിബന്ധന ഒരുപോലെ ബാധകമാണ് എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. കസ്റ്റംസ് നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ നിർദ്ദേശമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കുവൈത്തിൽ നിന്ന് വലിയ അളവിൽ സ്വർണം വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് നിബന്ധനകൾ കർശനമാക്കുന്നത്. ഇനി അങ്ങനെ കൊണ്ടുപോകേണ്ടി വരുന്നവർക്കുള്ള നിർദ്ദേശങ്ങൾ ഇവയാണ്. സ്വർണ്ണക്കട്ടികളും നാണയങ്ങളും അധിക ആഭരണങ്ങളും കൊണ്ടുപോകുന്നവർക്ക് രേഖകൾ ശരിയാക്കാൻ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എയർ കാർഗോ വിഭാഗത്തിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. യാത്ര ചെയ്യുന്നവർ ഒരു ദിവസം മുൻപ് കൊണ്ടുപോകുന്ന സാധനങ്ങളുമായി ബന്ധപ്പെട്ട രസീതുകൾ ഉൾപ്പെടെ എല്ലാ രേഖകളും കസ്റ്റംസിന് മുന്നിൽ സമർപ്പിക്കണം. ഉദ്യോഗസ്ഥർ ഇവ പരിശോധിച്ച് അനുമതി പത്രം നൽകും. ഇത് യാത്രയ്ക്ക് ചെല്ലുമ്പോൾ വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഇൻസ്പെക്ടറെ കാണിക്കണമെന്നും പുതിയ നിർദ്ദേശത്തിൽ പറയുന്നു. കൊണ്ടുപോകുന്ന സ്വർണത്തിന്റെ ഔദ്യോഗിക രേഖകൾ തന്നെ ഹാജരാക്കിയാൽ യാത്രാ നടപടികൾ കൂടുതൽ എളുപ്പമാകും. സ്വർണം നിയമപരമായി വാങ്ങിയതാണെന്ന് ഇതിലൂടെ അധികൃതരെ ബോധ്യപ്പെടുത്താനാണ് ഔദ്യോഗിക രേഖകൾ കൈവശം വെക്കേണ്ടത് എന്നും അറിയിപ്പിൽ പറയുന്നു. ചൈന കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്വർണ്ണ ഉപഭോക്തൃ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യക്കാർ കൂടുതലും വിദേശത്ത് നിന്ന് സ്വർണം കൊണ്ടുവരുന്നവരാണ്. അതിനാൽ തന്നെ കുവൈത്തിലെ പുതിയ നിർദ്ദേശം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നതും ഇന്ത്യക്കാരെ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ആരെങ്കിലും അധിക സ്വർണം നാട്ടിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.